എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വയനാട് ജില്ലയിലെ ലക്കിടിക്കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആദിവാസി പൈതൃക ഗ്രാമത്തെ പറ്റിയാണ്. എന്നൂര് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ലക്കിടിയിലെത്തി അവിടുന്ന് ഒരു എന്താ പറയുക വെറ്റിനറി കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എന്നൂര്. അവിടുന്ന് ടോക്കൺ എടുത്ത് ജീപ്പിൽ വേണം മുകളിലോട്ട് പോകാൻ. നമ്മുടെ ഓൺ വെഹിക്കിളിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വണ്ടി താഴെ പാർക്കിങ്ങിലിട്ടിട്ട് നമ്മൾ ഇവരുടെ തന്നെ ജീപ്പിൽ വേണം ഇവിടെ എത്താൻ കേട്ടോ. ഈ കുന്നിന് മുകളിൽ 25 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്രാമത്തിലുണ്ടല്ലോ വൈക്കോല് കൊണ്ട് മേൽക്കൂരയുള്ള പരമ്പരാഗത ആദിവാസി കുടിലുകൾ കാണാൻ പറ്റും. പിന്നെ ഗോത്ര സമൂഹത്തെ പറ്റിയും അവരുടെ തുടിയുച്ചയും ചീനിവാദ്യവും ഒക്കെ നമുക്ക് കേൾക്കാം. അതും പോരാത്തതിന് ട്രൈബൽ മാർക്കറ്റും അവരുടെ അടുക്കള രുചിയും നമുക്കറിയാൻ പറ്റും കേട്ടോ. അവരെ ഉണ്ടാക്കുന്ന സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ നമുക്കവിടെ ലഭ്യമാണ്. അങ്ങനെ നമുക്ക് കണ്ടും അറിഞ്ഞും ഗോത്ര സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ എന്നൂരിന് കഴിയും. അപ്പോൾ ഞാൻ ഈ എന്നൂരിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. കുറേ ദൂരം നടക്കാനുണ്ട് ഗൈസ്, കുറേ ദൂരം നടക്കാനുണ്ട്. അത് മേലെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാണ്ടല്ലോ ഒത്തിരി ദൂരം കാണാൻ പറ്റും. ഒന്ന് കാണിച്ചു വേണ്ടിയിട്ട് നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അത്ര മേളിലാണ് കേട്ടോ ഈ എന്നൂർ എന്ന് പറയുന്ന സ്ഥലമുള്ള കണ്ടോ. ഇനിയും നമ്മൾ മേലോട്ട് തന്നെയാണ് കയറി പോകാനുള്ളത്. ഈ സാധനം കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതെന്താണെന്നറിയോ, നമ്മുടെ ആദിവാസികളുടെ കമ്മലില്ലേ, അവരിടുന്ന കമ്മൽ, അതിനെ കാണിക്കുന്ന രീതിയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ തന്നെ അവർ കമ്മലുണ്ടാക്കും ഇങ്ങനെ വലിയ വട്ടത്തിൽ. എന്നിട്ട് ചെവീൻ്റെ നമ്മുടെ കമ്മലിടുന്ന സ്ഥലമില്ലേ, ആ കമ്മലിടുന്ന ഭാഗത്തായിട്ട് വലിയൊരു ഓട്ടമായിരിക്കും. എന്നിട്ട് അതിലാണ് അവർ ആ കമ്മലിടുന്നത് കേട്ടോ. ചെളിമണ്ണ് മെഴുകിയ തിണ്ടുകളുള്ള ഈ വഴിയിലൂടെ നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ല് മേഞ്ഞ കുറേ കുടിലുകൾ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നത് കാണാം. ഇതാണ് എന്നൂര്. ഇത് പുല്ലുകൊണ്ട് നല്ല പുല്ല് വെച്ചിട്ടാണ് അവർ അതേ രീതിയിൽ എങ്ങനെയാണോ പണ്ട് ഇപ്പോഴും ആദിവാസി കുടിലുകളുള്ളത് അതുപോലെ തന്നെയാണ് അവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വഴിയിലൂടെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ഗോത്രവർഗത്തിൽ തന്നെയുള്ള അമ്പ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ 30 രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പ ചെയ്യാൻ പറ്റും. ഞങ്ങളും അമ്പ ചെയ്തു കേട്ടോ. എനിക്ക് അമ്പ ചെയ്യാനൊന്നും വലിയ വശം ഉണ്ടായിരുന്നില്ല, പക്ഷേ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നിസ്സാരമാണെന്ന്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവിടെ നോക്ക്, അമ്പൊക്കെ എഴുതിയിരുന്ന ഇവരുടെ തലമുറകളുടെയൊക്കെ പടമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ എത്ര വിട്ടിട്ടോ ഒന്നും അതിൻ്റെതായ ദിശയിൽ പോയിട്ട് അതിൻ്റെ അടുത്തോടെ പോലും പോയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എൻ്റെ ഊഴം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനുവേട്ടനും ഒന്ന് അമ്പ ചെയ്ത് നോക്കി. പക്ഷെ മനുവേട്ടന് ആദ്യം ഒന്ന് രണ്ട് തവണ പിഴച്ചെങ്കിലും ഒരു തവണ 10 കൊള്ളേണ്ടടുത്ത് 9 കൊണ്ടുവിട്ടോ. 10ലും 9ലും കൊള്ളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഗിഫ്റ്റ് ഉണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി കേട്ടോ. പത്തൊന്നുമില്ലാട്ടാ. ഇങ്ങനെ 9 വീഴ്ച പ്രൈസ് വാങ്ങിച്ചിരിക്കുകയാണ്. ആ ഓമ്പള് നല്ല ഭംഗിയുണ്ട് കാണാൻ എടുത്തു. ആ ഓക്കെ, താങ്ക്സ് ചേട്ടാ. അങ്ങനെ അമ്പൊക്കെ ചെയ്ത് പ്രൈസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇതേ അടുത്ത കുടിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടുത്തെ ഓരോ കുടിലും നമുക്ക് കയറി അകത്തൊക്കെ എന്തൊക്കെയുള്ളതെന്നൊക്കെ കാണാം കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എന്തായിരിക്കും എന്ന ആകാംക്ഷയിലൂടെയായിരുന്നു ഞങ്ങൾ പോയത്. അവസാനം ഞങ്ങളൊരു കുടിലിങ്ങനെ അടഞ്ഞു കിടക്കുന്നത് കണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് കയറി. അപ്പം അവിടെ ഈ ഗോത്ര സമൂഹത്തിലെ ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളാണ് കേട്ടോ. ഇവരുടെ വീടുകളിൽ എന്താണോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. മുറവും അവർ മീൻ പിടിക്കുന്ന സാധനങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം അവിടെ സെറ്റ് ചെയ്ത്, എന്ത് നീറ്റായിട്ടാണെന്നറിയാം അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ തന്നെ ഒരു കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തീയുള്ള മാതിരി ഒരു അടുക്കളയൊക്കെ അവർ അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്ക് എന്ത് ഭംഗിയായിട്ടാണ്. അത് ഒറിജിനൽ തീയൊന്നും അല്ല കേട്ടോ, പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് തോന്നും. ചട്ടിയും കലങ്ങളും ബാക്കി എല്ലാം അങ്ങനെ തന്നെ മെഴുകി ഇതുപോലെ നല്ല ഭയങ്കര നീറ്റായിരിക്കും അവരുടെ വീടിൻ്റെ ഉള്ളിൽ കേട്ടോ. കണ്ടോ, വിറകൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളും ഉറിയും എല്ലാം അവിടെ ഉണ്ട്. അപ്പോഴാണ് കേട്ടോ ഇവരുടെ തുടികൊട്ടും ചീനിവാദ്യമൊക്കെ കേട്ടത്. നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ.
കുഴൽ നമ്മൾ നേരത്തെ കണ്ട ആ കുഴലാണോ ഊതുന്ന മേലെ? ആ ആ ആ. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഏഴിലം പാല. അതിന്റെ തടി വേറെ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലത്? ആ, ഇത് അതുകൊണ്ടല്ലേ? ഇതിന്റെ തടിക്ക് അതാണ് ഈ വെള്ള കളറ്. ആ ആ ആ, കുമിളി. ആ, ഇതെന്താ മറ്റാ കൊട്ടുന്നല്ലേ? അതിനെന്താ പറയാ? തുടിമരം. ഇപ്പൊ എത്ര സമയം എടുക്കും ഉണ്ടാക്കി കഴിയാൻ? ആണോ? ആ, ഈ കുഴല് പിന്നെ 2 ദിവസം കൊണ്ട്. ആ, ആണോ? വെള്ളത്തിലിട്ടാൽ ഊതാൻ പറ്റൂ? ആ ആ ആ. പിന്നെ ഇവിടെ തന്നെ ഒരു പൈതൃക ഗ്യാലറി ഉണ്ട് കേട്ടോ. അവിടെ ഓരോ മൂപ്പന്മാരുടെയും ഓരോരുത്തരുടെ അവരുടെ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരുടെയൊക്കെ പടങ്ങളും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവരുടെ തനതായ രീതിയിലുള്ള വേഷങ്ങളും കമ്മലുകളും എല്ലാം ഇട്ടിട്ട് അവരുടെ ആഘോഷങ്ങളുടെയൊക്കെ ഫോട്ടോയൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഫ്രെയിം ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അറിയാതെ നോക്കി നടന്നു പോകും അതൊക്കെ. ഇവിടെ ഉണ്ടല്ലോ പല സ്ഥലത്തും ഇങ്ങനെ മുകളിലൊക്കെ ഉണ്ടല്ലോ ഓരോന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രൈബൽസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ പിന്നെ ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടൽ ഗദ്ദിക എന്ന് തന്നെയല്ലേ അത് വായിക്കുന്നത്? അതെ, ഇവിടെ ഫുഡൊക്കെ കിട്ടും കണ്ടോ. അതുകൊണ്ട് ഏത് സമയത്ത് വന്നാലും ഭക്ഷണം ഉണ്ടാവും. ഇതാണ് എന്നൂരിലെ ചായ. അങ്ങനെ ഞങ്ങളൊരു പഴംപൊരിയും ചായയും മേടിച്ചു കുടിച്ചു നോക്കിയ. ചായ എങ്ങനെയുണ്ട്? നല്ലതാ? പഴംപൊരിയോ? ഞാൻ ലൈം ജ്യൂസ് പറഞ്ഞു കേട്ടോ. നമുക്ക് നല്ല പിങ്ക് കളറുള്ള ലൈം ജ്യൂസ്, നല്ല രസത്തിലേക്ക് കാണാൻ. ഇവിടുത്തെ കുടിലുകളും ബാക്കി എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ട്രൈബൽ മാർക്കറ്റിലും പോകാം. ഈ ട്രൈബൽ മാർക്കറ്റിൽ ഗോത്ര സമൂഹത്തിലെ ആളുകൾ നിർമ്മിച്ച അവരുടേതായ രീതിയിലുള്ള കരകൗശല വസ്തുക്കളുണ്ട്. പിന്നെ എന്താ പറയുക, മരുന്നുണ്ട്. അവർ തന്നെ ഉണ്ടാക്കിയ പലതരം മരുന്നുകളുണ്ട്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. മുളയരി, അതുപോലെ കാട്ടുതേൻ, കാട്ടുനെല്ലിക്ക, പിന്നെ തേൻ നെല്ലിക്ക, പിന്നെ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് ഫ്രഷ് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഒത്തിരി ഉൽപ്പന്നങ്ങളുണ്ട് കേട്ടോ. ഈ പറയുന്ന കാട്ടുള്ളി ഇല്ലേ, അതിവിടെ കിട്ടും. ഈ കാട്ടുള്ളി മൂക്കി വലിച്ചിട്ട് ഭയങ്കര എരിവുള്ളൊരു സാധനം ഇല്ലേ, അതാണ് ഇവിടെ. എനിക്ക് പേടിയായത് കാരണം ഞാനത് മേടിച്ചില്ല. പിന്നെ കുറേ ഇതുപോലത്തെ കുറേ ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്. വിത്തുകൾ വരെ ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വിത്തുകളുണ്ട്. ഞാൻ കുറച്ച് വിത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ നമ്മുടെ മിഠായികളൊക്കെ കണ്ടോ, നാരങ്ങ മിഠായി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. മരത്തിൻ്റെ വേരിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. കൂടാതെ ഇവിടെ മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. മൺചട്ടികളും മൺപാത്രങ്ങളും അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ വേറെയുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് വിലയൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടൊക്കെ ഉള്ളൂ. ഇത് എന്നൂരിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ആ കാണുന്നത് കോടമഞ്ഞാണ്. നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ കോടമഞ്ഞ് ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന കാണാം കേട്ടോ. നല്ല തണുപ്പുള്ള സമയങ്ങളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ചുറ്റുമൊന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കോടമഞ്ഞായിരിക്കും. എന്ത് രസമാണെന്നറിയാം കാണാൻ. ചെറിയൊരു തണുത്ത കാറ്റും കൂടെ ഉണ്ടാവും കേട്ടോ. നല്ല സുഖമാണ് നമുക്ക് അതിലെ കൂടെ നടക്കാൻ. നല്ല ചൂടോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഉച്ച സമയത്ത് വരാതിരിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഈ കോടമഞ്ഞൊക്കെ കാണണമെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നല്ല കോട ഇങ്ങനെ പൊതിഞ്ഞു വരുമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 5 മണി ഒക്കെ ആകാറായിരുന്നു എന്ന് തോന്നുന്നു ഇറങ്ങാറായപ്പോൾ അവിടുന്ന്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇതേ വന്ന ജീപ്പുകൾ അവിടെ നിർത്തിയിട്ടുണ്ടാവും. അതിൽ തന്നെ കയറിയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ വണ്ടി പാർക്കിങ്ങിൻ്റെ അവിടെ വരെ ഇത് പോകും ജീപ്പുകൾ. കണ്ടോ എത്ര ജീപ്പുകളാണെന്നറിയാം നിർത്തിയിട്ടിരിക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ട് പോകാനും വരാനും ഒന്നുമില്ല. സുഖമായിട്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവർക്കും എന്നൂർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് കേട്ടോ എന്നൂരിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ.